സ്നേഹമുള്ളവരെ, കേരള മനസാക്ഷിയുടെ ഇന്നത്തെ പ്രഭാതം പൊട്ടിവിടർന്നത് ഒരു ദുരന്ത വാർത്തയുമായിട്ടാണ്. കൊടും ക്രിമിനലായ, കൊടും കുറ്റവാളിയായ ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിൽ ചാടി രക്ഷപ്പെട്ടു എന്നുള്ള വാർത്ത അക്ഷരാർത്ഥത്തിൽ കേരള മനസാക്ഷി ഞെട്ടിവിറച്ചു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും പൂർണ്ണ ആരോഗ്യവാനായ, പൂർണ്ണ അവയവങ്ങൾ പൂർണ്ണ ആരോഗ്യത്തിലായിരിക്കുന്ന ഒരു മനുഷ്യന് പോലും അത്ര എളുപ്പത്തിൽ ചാടിക്കടക്കാൻ സാധിക്കില്ല എന്നിരിക്കെ ഒറ്റക്കയ്യനായ ഗോവിന്ദച്ചാമി എങ്ങനെ രക്ഷപ്പെട്ടു? ചിന്തനീയമാണ്. ആ മതിലിന് 7.5 മീറ്റർ പൊക്കമുണ്ടെന്ന് പറയുന്നു. ഒരു മതിലല്ല, 2 മതിൽ ചാടിയെന്ന് പറയുന്നു. കണ്ണൂർ സെൻട്രൽ ജയില് പാതിരാവിലും നട്ടുച്ച നേരം പോലെ പ്രഭ പരത്തി വെളിച്ചം വിതറുന്ന ജയിൽ പരിസരങ്ങൾ, ചുറ്റും പുറവും നിരീക്ഷണ ക്യാമറകൾ, മതിലിന് മുകളിൽ ആരെങ്കിലും ഇനിച്ചാടാൻ ശ്രമിച്ചാൽ അത് സംഭവിക്കാതിരിക്കാൻ ഇലക്ട്രിക് കമ്പികൾ. ഇതിനെയെല്ലാം മറികടന്ന് ഗോവിന്ദച്ചാമി എന്ന ഒറ്റക്കയ്യൻ കൊടും ക്രിമിനൽ എങ്ങനെ മതിലിന് പുറത്തെത്തി? ആരാണ് അവിടെ ലൈറ്റ് ഓഫ് ചെയ്തത്? ആരാണ് അവിടുത്തെ ഇലക്ട്രിക് സംവിധാനങ്ങൾ ഓഫ് ചെയ്തത്? ഇനി CCTVയും ഓഫായിരുന്നു. അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ആരാണ് ഈ ഗോവിന്ദച്ചാമി? ഞാനും നിങ്ങളും ഈ ഗോവിന്ദച്ചാമിയെ കേൾക്കുന്നത്, TV-യിലൂടെ കാണുന്നത് 2011-ലാണ്. 2011 ഫെബ്രുവരി 1-നാണ് ഗോവിന്ദച്ചാമിയെ പരിചയപ്പെടാൻ ആസ്പദമായ സംഭവം അരങ്ങേറുക. എറണാകുളത്ത് നിന്നും ഷൊർണൂർക്ക് പോകുന്ന പാസഞ്ചർ ട്രെയിനിൽ ഗോവിന്ദച്ചാമി, അതിൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രിയപുത്രി സൗമ്യ എന്ന പെൺകുട്ടി, അവളുടെ വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട് വീട്ടിലേക്ക് യാത്ര ചെയ്തു. ഒരു സമയം ട്രെയിനിൽ അവൾ ഒറ്റപ്പെടുന്നു. ഈ ഒറ്റപ്പെട്ട സമയം കളവും ചതിയും വഞ്ചനയും പീഡനവും മറ്റ് പല രീതികളിലൂടെ ജീവിതം ഏറ്റവും മൃഗീയമായ അവസ്ഥയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഗോവിന്ദച്ചാമിയുടെ കണ്ണിൽ സൗമ്യ എത്തിപ്പെടുന്നു. ഗോവിന്ദച്ചാമി ആദ്യം ചെയ്ത് അവളുടെ ബാഗ് തട്ടിപ്പറിക്കാൻ. ആ ബാഗ് കൊടുക്കാതെ ട്രെയിനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും വാവിട്ട് നിലവിളിച്ചുകൊണ്ട് ഓടിയ സൗമ്യയെ അവൻ കടന്നാക്രമിക്കുകയും കയ്യിൽ പിടിയിൽ ഒതുങ്ങാതെ വന്നപ്പോൾ ട്രെയിനിൻ്റെ ഡോറിലൂടെ ചവിട്ടി പുറത്തേക്ക് എറിയുകയും ഒപ്പം അവൻ ചാടുകയും വലിച്ചഴിച്ച് കാട്ടിലൂടെ അടുത്ത പാളത്തിൽ കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്യും. കിടന്ന് പിടച്ച അവരുടെ തലയിലെ മുഖത്തും വലിയ കല്ലിൻ്റെ കഷ്ണമെടുത്ത് ഇടിച്ച് മുഖം വികൃതമാക്കുന്നു. 4-ാം തീയതി അവൻ പിടിക്കപ്പെടുന്നു. സൗമ്യ ആശുപത്രിയിൽ മരണത്തിന് ഇരയാകുന്നു. കേരള മനസാക്ഷി എന്നല്ല, ലോക മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച ഹൃദയഭേദകമായൊരു സംഭവം. ലോകം മുഴുവൻ, പ്രത്യേകിച്ച് സൗമ്യയുടെ അമ്മയും സൗമ്യയുമായി ബന്ധപ്പെട്ടവരും ഈ ഗോവിന്ദച്ചാമിക്ക് തൂക്കുകയർ ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ കോടതിയുടെ വായിലേക്ക് ഉറ്റുനോക്കിയിരിക്കുന്നു. പ്രാർത്ഥനാ നിർഭരമായ ദിവസങ്ങൾ കടന്നു. കോടതി വിധി വരുന്നു. വ്യക്തമായ തെളിവില്ലാത്തതിൻ്റെ, സാക്ഷിയില്ലാത്തതിൻ്റെ പേരിൽ ഗോവിന്ദച്ചാമിക്ക് തൂക്കുകയർ വിധിക്കപ്പെടുന്നില്ല. അവൻ തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെടുന്നു. ജീവപര്യന്തം തടവായി അത് മാറുന്നു.
നിരപരാധികളെ അപരാധികളാക്കാൻ വേണ്ടി നൂറുകണക്കിന് തെളിവുകളെയും സാക്ഷികളെയും നിരത്തുന്ന നമ്മുടെ സിസ്റ്റത്തിന് ഇത്രയും ക്രൂരനായ കൊടും ക്രിമിനലായ ഗോവിന്ദച്ചാമിക്ക് തൂക്കുകയർ വാങ്ങിക്കൊടുക്കാൻ സാധിക്കുന്ന തരത്തിൽ തെളിവുകളും സാക്ഷികളെയും നിരത്താൻ എന്തുകൊണ്ട് സാധിച്ചില്ല? ഗോവിന്ദച്ചാമിയുടെ മുൻപിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന സർക്കാർ സിസ്റ്റത്തെ അറപ്പോടും വെറുപ്പോടും കൂടി നോക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഗോവിന്ദച്ചാമി പിടിക്കപ്പെട്ടതായി വാർത്ത വരുന്നു. ഗോവിന്ദച്ചാമി പിടിക്കപ്പെട്ടതിൽ എനിക്ക് കേരള സർക്കാരിനോടോ കേരള പോലീസിനോടോ അഭിനന്ദനത്തിൻ്റെ ഒരു വാക്കുപോലും ഉച്ചരിക്കാൻ തോന്നുന്നില്ല. കാരണം വെളുപ്പിനെ 1:15 ജയിൽ ചാടിയെന്നും അതല്ല വെളുപ്പിനെ 4:15 ചാടിയതെന്നും വാർത്ത പുറത്തേക്ക് വരുന്നു. ഇതിനൊക്കെ ശേഷം 7 മണിക്കാണ് ലോക്കൽ പോലീസ് അറിയുന്നതെന്ന് പറയുന്നു. നമുക്കറിയാം, ഒരു ക്രിമിനൽ രക്ഷപ്പെടാൻ ലഭിക്കുന്ന നിർണായകമായ മണിക്കൂറുകൾ അവൻ പിടിക്കപ്പെടാതെ കടന്നു പോകുന്നു. നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊരു രോഗി ഉണ്ടായാൽ, അത്യാസന്ന നിലയിലായാൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് പ്രഥമവും പ്രധാനവുമായ ദൗത്യം. എന്നതുപോലെ തന്നെ ആ രോഗിയുടെ ജീവൻ്റെ വില എന്നതുപോലെ തന്നെ രക്ഷപ്പെട്ട കൊടും ക്രിമിനലിനെ വീണ്ടും വലയ്ക്കുള്ളിലാക്കാൻ, ഇരുമ്പഴിക്കുള്ളിലാക്കാൻ ലഭിച്ച ആദ്യ മണിക്കൂറുകൾ സംവിധാനങ്ങളുടെ തെറ്റായ പ്രവൃത്തിയുടെ ഫലമായി നഷ്ടപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ CCTV ക്യാമറയുടെ കണ്ണുകൾ അടഞ്ഞപ്പോഴും, ലൈറ്റുകൾ ഓഫായപ്പോഴും, ഇലക്ട്രിക് കമ്പിയിലെ കറണ്ട് നഷ്ടപ്പെട്ടപ്പോഴും ദൈവത്തിൻ്റെ കണ്ണ് തുറന്നിരുന്നു എന്നതാണ് ഇതിലെ നഗ്നമായ സത്യം. പ്രൈവറ്റ് സ്ഥാപനത്തിലേക്ക് രാവിലെ ജോലിക്ക് പോയ ഒരു യുവാവ്, അവൻ രാവിലെ TV യിൽ കണ്ട വാർത്ത അവൻ്റെ മനസ്സിൽ കിടന്ന് അലട്ടിക്കൊണ്ട് അവൻ യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ അവൻ്റെ മുന്നിൽ കണ്ട ഒരു ധർമ്മക്കാരനെ, യാചകനെ സംശയം തോന്നി നോക്കിയപ്പോൾ അത് ഗോവിന്ദച്ചാമി ആയിരിക്കുമെന്ന് അവൻ്റെ സംശയം. വഴിയരികിൽ നിന്ന് മറ്റൊരാളെ കൂടി കൂട്ടി വിളിച്ച് അവനെ പോയി അത് അവനാണെന്ന് ഉറപ്പ് വരുത്തി എന്ന് ഗോവിന്ദച്ചാമിക്ക് മനസ്സിലായപ്പോൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഗോവിന്ദച്ചാമി, അവൻ്റെ പിന്നാലെ ഈ 2 യുവാക്കൾ ഓടി. ഈ ഓടുന്നതിനിടയ്ക്ക് അവർ പോലീസിനെയും മറ്റുള്ളവരെ അറിയിച്ചു. അങ്ങനെ ഒരു പഴയ കെട്ടിടത്തിലേക്ക് അവൻ ഓടിക്കയറുന്നു. ഈ 2 യുവാക്കളുടെ സമയോചിതമായ ഇടപെടലാണ് ഗോവിന്ദച്ചാമി പിടിക്കപ്പെടാനിടയായത്. ആ 2 യുവാക്കൾക്കും ഒരു വലിയ ബിഗ് സല്യൂട്ട് ഞാൻ രേഖപ്പെടുത്തുകയാണ്. എല്ലാ അഭിനന്ദനങ്ങൾക്കും അവരാണിന്ന് അർഹർ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ സർക്കാർ സംവിധാനങ്ങൾ, ജയിൽ അധികൃതർ, പോലീസ് ഉദ്യോഗസ്ഥർ ഇവർ നഷ്ടപ്പെടുത്തിയ ഈ സമയം, ഈ യുവാക്കൾ അവനെ കണ്ടില്ലായിരുന്നുവെങ്കിൽ, അവൻ പിടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഇന്ന് ഈ പകൽ കേരളം ഒന്നല്ല പല സൗമ്യമാരാൽ കണ്ണുനീർ കയമായി മാറിയനെ, കണ്ണീർ കടലായി മാറിയനെ, ചോരക്കളമായി മാറിയനെ. അവൻ പോകുന്ന വഴി, ഓടുന്ന വഴി, നടക്കുന്ന വഴി പീഡിപ്പിക്കുക, പിടിച്ചു പറിക്കുക, കൊല ചെയ്യുക എന്നുള്ള ലീലാവിലാസങ്ങൾ അവൻ്റെ ഹൃദയത്തെ മതിച്ചുകൊണ്ട് അനുനിമിഷമിരിക്കുമ്പോൾ അവന് ഒരു നിമിഷം സ്വതന്ത്രനായി വിടാനിടയായെങ്കിൽ ഈ സംവിധാനങ്ങളെല്ലാം തിരുത്തിക്കുറിക്കേണ്ട, മാറ്റി എഴുതേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കേരള മാനവ സമൂഹത്തോട് സർക്കാർ സംവിധാനങ്ങൾ, ഭരണാധികാരികൾ സമാധാനം ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഇനിയും ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ കേരളത്തിൽ സൗമ്യമാർ ഒന്നിനു പിറകെ ഒന്നായി
പല അമ്മമാർക്കും അപ്പന്മാർക്കും പെൺമക്കളെ നഷ്ടപ്പെടുന്ന സാഹചര്യം, വേദനാജനകമായൊരവസ്ഥ, കണ്ണുനീർ വാർക്കുന്ന അവസ്ഥ, കണ്ണുനീർ തോരാത്ത അവസ്ഥ. ഈ അവസ്ഥകൾ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് നമ്മുടെ സംവിധാനങ്ങൾ നിലകൊള്ളുന്നതെങ്കിൽ ഈ സംവിധാനങ്ങൾ നമുക്ക് ആവശ്യമില്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സർക്കാർ സംവിധാനങ്ങളോടും അധികാരികളോടും എനിക്ക് പറയുവാനുള്ളത്, എല്ലാ സംവിധാനങ്ങളെയും തിരുത്തിക്കുറിച്ച മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി, മനുഷ്യരുടെ ജീവനും സ്വത്തിനും രക്ഷ നൽകുവാൻ ഉതകുന്ന വിധത്തിലുള്ള സിസ്റ്റം രൂപപ്പെടുത്തുവാൻ ഭരണാധികാരികൾ തയ്യാറായില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, ജാതി മത ഭേദമന്യേ നിങ്ങളുടെ മുഖത്ത് ഈ സമൂഹം, ഈ ജനം ചെളിവാരിയെറിയും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.